നമ്മൾ ഇനി ചേലക്കരയിലേക്ക് കൂടി പോവുകയാണ്. സൂരജ് സജ്ജിയാണ് ചേലക്കരയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. സൂരജ്, ആ മണ്ഡലം LDF നിലനിർത്തുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? 28 വർഷം LDFിന്റെ കയ്യിലിരുന്ന മണ്ഡലം ഇക്കുറിയും ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയ സമയത്തും അത് സുരക്ഷിതമായി LDF നിലനിർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചേലക്കരയിൽ നിന്നുണ്ടായിരിക്കുന്നത്. എങ്ങനെയാണോ LDF ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കണക്കുകൂട്ടിയത്, ആ കണക്കുകൂട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതായിരുന്നു LDFിന്റെ കണക്കുകൂട്ടൽ. അത് 12,000-ലേക്ക് എത്തിയിരിക്കുന്നു ആ ഭൂരിപക്ഷം എന്നുള്ളതാണ്. എല്ലാ റൗണ്ടുകളിലും LDF ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ ഒരു റൗണ്ടിൽ മാത്രമാണ് LDF പിന്നോക്കം പോയത്. അത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മുള്ളൂർക്കര പഞ്ചായത്ത് ഉൾപ്പെടുന്ന റൗണ്ട് എണ്ണുന്ന സമയത്ത് മാത്രമാണ് പുറകിൽ പോയത്. അതും 574 വോട്ടിന് രമ്യ ഹരിദാസ് മുന്നിലെത്തി. ബാക്കി 12 റൗണ്ടുകളിലും LDF കൃത്യമായ ലീഡ് ഉയർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വരവൂർ മുതൽ എണ്ണി തുടങ്ങുന്ന സമയത്ത് വരവൂർ ഇടതു കോട്ടയായിരുന്നു. കഴിഞ്ഞ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് അവിടെ 1000 ചില്ലാനം വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് 1800-ലധികം വോട്ടായി ഉയർത്താൻ UR പ്രദീപിന് സാധിക്കുന്നു. രണ്ടാമതെണ്ണി ദേശമംഗലത്തേക്ക് വരുമ്പോഴും അവിടെയും 1800-ലധികം വോട്ട് സ്വരൂപിക്കാൻ കഴിയുന്നു. മൂന്നാമത് വള്ളത്തോളിലേക്ക് എത്തുമ്പോൾ അവിടെ കൃത്യമായ ലീഡ് 2000-ലധികം വോട്ട് ഉയർത്തിക്കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 3 റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ കോൺഗ്രസ് തങ്ങളുടെ തോൽവി മടത്തു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ കണക്കുകൾ പ്രകാരം 3500 വോട്ടിലേക്ക് ഈ ആദ്യ 3 റൗണ്ട് എണ്ണുന്ന സമയത്ത് UR പ്രദീപിന്റെ ഭൂരിപക്ഷം മാറുകയാണെങ്കിൽ തങ്ങൾക്ക് തോൽവി സംഭവിക്കും എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ആകെ ഒരു റൗണ്ടിലൊഴികെ കോൺഗ്രസ് എല്ലാ റൗണ്ടിലും പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുകയാണെങ്കിൽ BJPയുടെ കാര്യമാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. BJP കണക്കുകൂട്ടിയതുപോലെ ഒരു വലിയ മുന്നേറ്റം ഈ ചേലക്കരയിൽ ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 24,045 വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 28,974 വോട്ടായി ഉയർത്തുകയും ചെയ്തു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യമിട്ടത് 35,000 വോട്ടായിരുന്നു. ആ ലക്ഷ്യത്തോട് അടുത്തു എന്ന് വേണം പറയാൻ. 33,609 വോട്ട് എന്ന ഒരു ഫാൻസി നമ്പറിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സ്വപ്ന അക്കത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ BJP പ്ലാൻ ചെയ്തതുപോലെ, അല്ലെങ്കിൽ BJP പ്രവർത്തനത്തിൽ ലക്ഷ്യം വെച്ചതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. 35,000 വോട്ടിനടുത്തേക്ക് അവരുടെ ഒരു പ്രവർത്തനം മാറിയിരിക്കുന്നു. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും എല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ആശ്വാസം ചെറുതല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, അതിനുശേഷം ചേലക്കര പോലൊരു ശക്തമായ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് കൈവിട്ടുപോയാൽ സർക്കാരിനുണ്ടാകുന്ന ഡാമേജ് ചെറുതല്ല. ഈ മണ്ഡലത്തിൽ ഈ വികസന ജനവിരുദ്ധ നയങ്ങളടക്കം ചർച്ചയാകും എന്നുള്ളതായിരുന്നു UDF അടക്കം ഉയർത്തിക്കാട്ടിയത്. പക്ഷേ ഇനിയുള്ള നാളുകളിൽ ഈ ഫലമുയർത്തി ജനം എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ പ്രതിരോധ ആയുധമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകി.